നമ്മൾ പൊഴിയൂരോട്ടുള്ള യാത്ര വഴി ഇപ്പോൾ ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ കടാകടിയന്മാരെ ആണുങ്ങൾ ഈ ബൊമ്മകൾ ഇങ്ങനെ വെളിയിൽ എത്തിയിരിക്കുന്ന മാത്രമല്ല പ്രത്യേകത, ഓരോ കടകൾക്കും പേരുകൾക്കും പ്രത്യേകതയുണ്ട്. മെക്സിക്കോ, ദുബായ്, ജർമ്മനി, UK, അങ്ങനെ ലെബനൻ, ഓരോ രാജ്യങ്ങളുടെ പേരുമാണ്. ഇതിന്റെ അപ്പുറത്താണ് തമിഴ്നാട് ബോർഡർ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ തമിഴ്നാട് കസ്റ്റമേഴ്സിനെയും കൂടെ പിടിക്കാന്നുള്ള ദുരുദ്ദേശം നമ്മുടെ ഇതിന്റെ പിന്നിലുണ്ട്. ഒരു ഈ കൂടുതൽ നാൾ നിൽക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ എന്താണ് എപ്പോഴും ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഫാഷൻ മാറിക്കൊണ്ടിരിക്കും, എപ്പോഴും മാറുക അല്ലേ. ഇപ്പൊ ആൾക്കാർ റേറ്റ് വിഷയമല്ല, അവർക്ക് അവരെ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയത്. നമ്മള് പൊഴിയൂരോട്ടുള്ള യാത്ര വഴി ഇപ്പോൾ ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ഉച്ചക്കട എല്ലാവർക്കും അറിയാം. ഉച്ചയ്ക്ക് മാത്രമല്ല ഇവിടെ കടകൾ എല്ലാ സമയത്തും തുറന്നു കിട്ടും. ഇത്ര സ്പീഡിൽ പോയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടതെന്ന്, ഇവിടുത്തെ ടെക്സ്റ്റൈൽസുകളിലെല്ലാം ഈ ബൊമ്മകൾ ഇറങ്ങി വെളിയിലിരിക്കുകയാണ്. എല്ലാ ടെക്സ്റ്റൈൽസുകളിലും ഒരുപാട് ടെക്സ്റ്റൈൽസുകളാണ് ഇവിടെ ഉള്ളത് കൂടുതലും. ഇതുവരെ നിങ്ങൾ കണ്ടു കാണത്തില്ല, പക്ഷേ ഇതാ കാണാൻ പോകുന്നു. പല സൈഡിലുള്ള അടുത്തടുത്ത് 2-3 ടെക്സ്റ്റൈൽസുണ്ട്. ഇവിടെ ബൊമ്മകളെല്ലാം വെളിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അതും കുറേ എണ്ണം ഗംഭീരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. അത് നമ്മൾ ആദ്യം കണ്ടു. ശരി, അങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടെ എന്ന് വിചാരിച്ച് ഇവിടുത്തെ ഒരു കടകളെ പ്രത്യേകത. പിന്നെ പോകെ ബൊമ്മകൾ ആവശ്യം പറഞ്ഞിട്ട് ഇവർ പക്ഷേ കടക്കകത്താണ്. ഇവിടെ കണ്ടോ വെളിയിലിരിക്കുന്നു എല്ലാ ഷോപ്പുകളിൽ നിന്ന്. ഇപ്പോഴത്തെ കുഞ്ഞു കക്ഷികളും വെളിയിലിറങ്ങിയിരിക്കുന്നു. ഇവർ വെളിയിലിറങ്ങിയിരിക്കുന്നു. അപ്പുറത്ത് സ്ത്രീകൾ വെളിയിലിറങ്ങിയിരിക്കുന്നു. ഇതെന്താണ് ഇത്രയും ടെക്സ്റ്റൈൽസ് ഇവിടെ വരാൻ കാരണം, അല്ലെങ്കിൽ ഇത്രയും ബൊമ്മകളെ വെളിയിലിരുത്തി മത്സരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയണമെന്നോ എന്നുള്ള ചിന്ത ഉള്ളിലുണ്ട്. നമുക്ക് ഇനിയും ജംഗ്ഷൻ കഴിയുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇനിയും അതോ ദൂരെ കാണുന്നു, അവിടെയും ദൂരെ തന്നെ ബൊമ്മകൾ വെളിയിലിറങ്ങി. അത് നിരയായിട്ടിരിക്കുകയാണ് ആവശ്യം പോലെ. കണ്ട ഇവരെല്ലാം ഇറങ്ങി വെളിയിരിക്കുന്നത്. അകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അത് വെളിയിൽ ഇറങ്ങിയിരുത്ത ആളുകളെ പ്രലോഭിപ്പിക്കാനാണ്. നമ്മുടെ ഫാസ്റ്റ് ഫുഡ് പോലെ വെളിയിട്ട് ചിക്കൻ ഫ്രൈ. ഇവിടെ പെൺപിള്ളേർ, ഇവിടുത്തെ കടാകടിയന്മാരെ ആണുങ്ങൾ, ഇപ്പുറത്തെ ആണുങ്ങൾ, പിള്ളേർ എല്ലാം ഉൾപ്പെടെ കണ്ട എത്ര അവിടെ കുടുംബസമേതമായിട്ടിരിക്കുന്നു. ഇവിടെ ഇല്ല. ഇവിടെ സ്ലോ ചെയ്താലേ ഇതൊക്കെ കിട്ടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇത്രയും ഇങ്ങനെ ബൊമ്മകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അപ്പുറത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, നമുക്കിവിടെ കയറാം. ഇത് ബൊമ്മകളുടെ മാസ്മരിക പ്രപഞ്ചം തന്നെയാണ്. അതായത് കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരും വെളിയിലിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവരെ ഒന്ന് എന്താണ് ഇതിൻ്റെ വിശേഷം എന്ന് അറിഞ്ഞിട്ട് വരാം. അതല്ലേ അതിൻ്റെ ഒരു രീതി. ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ വെളിയിലിറങ്ങി എന്ന് വിളിക്കും. അല്ല, ഇവിടെ ഇത് മാത്രമല്ല പ്രത്യേകത, ഈ ബൊമ്മകൾ ഇങ്ങനെ വെളിയിൽ എത്തിയിരിക്കുന്ന മാത്രമല്ല പ്രത്യേകത, ഓരോ കടകൾക്കും പേരുകൾക്കും പ്രത്യേകതയുണ്ട്. മെക്സിക്കോ, ദുബായ്, ജർമ്മനി, UK, അങ്ങനെ ലെബനൻ, ഓരോ രാജ്യങ്ങളുടെ പേരുമാണ് കൊടുത്തത്. നമുക്ക് ഈ ദുബായിൽ തന്നെ ഒന്ന് അന്വേഷിക്കാം. ദുബായുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധമുണ്ടോ. ഹലോ ദുബായ്, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാനിങ്ങനെ ഉച്ചക്കട വഴി പാസ് ചെയ്തപ്പോഴേ ഇവിടെ കുറേ ടെക്സ്റ്റൈൽസ്, അതായത് റെഡിമെയ്ഡ് സെൻറ്ററുകൾ അടുത്തടുത്തുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എല്ലാം ബൊമ്മകൾ വെളിയിലിറങ്ങി നിന്നിട്ട് എടുത്ത് വെളി വെച്ചിരിക്കുകയാണ്. അവരെല്ലാം നല്ല സ്റ്റഡി ആയിട്ട് നല്ലവണ്ണം ഡ്രസ്സ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നു. ഈ വോളിയം ഒന്ന് കുറയ്ക്കാമോ ഇച്ചിരി പാട്ട്? വോളിയം കുറച്ചാലും മതി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം എന്ന് അറിയാൻ വേണ്ടി ഒന്ന് കയറിയത്. അതിനൊരു രഹസ്യം കാണുമല്ലോ. അടുത്തോട്ടോ. പേരെന്താണ്? ഞാൻ ആകർഷിച്ചിരിക്കുന്നു. റഹ്മാൻ. പേരെന്താ? സൂസൻ ആണ്. സൂസൻ എന്ന് വരുന്നത് പെണ്ണുങ്ങൾ. സൂസൻ ആൻഡണി. ശരി, റൈറ്റ്. അപ്പോൾ എന്തായിരുന്നു? റഹ്മാൻ. ഓക്കെ. അപ്പോൾ ഒരു കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. എങ്കിലും ട്രെൻഡിങ് സാധനങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ആവുന്നത് ഇതേപോലെ ഡിസ്പ്ലേ ഇട്ട് കാണിക്കുക. അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചു കയറുന്നു. അങ്ങനെ ഓൾറെഡി ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 3 ബിസിനസ്
ഇതായിട്ടുള്ള ഡ്രസ്സിങ്ങിന് ഇതായിട്ടുള്ള ഒരു ഏരിയ ആണല്ലേ. ഉച്ചക്കട ഒരുമാതിരി ഡ്രസ് സെൻസ് ഒക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ പുതിയ പുതിയ ഫാഷൻസ്. ഇതിന്റെ അപ്പുറത്താണ് തമിഴ്നാട് ബോർഡർ വരുന്നത്. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർ കൂടുതലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ തമിഴ്നാട് കസ്റ്റമേഴ്സിനെയും കൂടെ പിടിക്കാന്നുള്ള ദുരുദ്ദേശം നമ്മുടെ ഇതിന്റെ പിന്നിലുണ്ട്. അതാണ് ഞങ്ങളുടെ ഇതിന്റെ ടാർഗറ്റ്. ഒരു പറ്റിക്കൽ മെന്റാലിറ്റി ഉണ്ടോ അതിനകത്ത്? അവർക്ക് അങ്ങോട്ട് വലിയ കളക്ഷൻ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ടാകുമ്പോ അവിടെ നല്ല കസ്റ്റമേഴ്സ് ഈ ഷോപ്പിലെങ്കിലും വേറെ ഷോപ്പുകൾ ഇവിടെ ഓപ്ഷൻ ഉണ്ടല്ലോ. അവിടെ നിന്ന് കയറി അപ്പുറത്ത് നിന്ന് കയറിയൊക്കെ നോക്കാം. അല്ല, അവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ടോ? നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൂടുതൽ തമിഴ്നാട്ടിലാണ്. ശരി. പിന്നെ ഇപ്പൊ ഓൾറെഡി എല്ലായിടത്തും നിന്ന് കസ്റ്റമർ പറഞ്ഞ് ഇപ്പൊ ഈ ഇവിടെ നിങ്ങൾ ഓരോ ഫാഷൻസ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതനുസരിച്ച് പഴയ ഫാഷനിലുള്ള സാധനങ്ങൾ എടുത്ത് കളയും. ഓഫർ ഇതൊക്കെ ഉണ്ട്. മാസത്തില് വർഷത്തിൽ ഓഫറൊക്കെ ഓഫർ ഇട്ട് അപ്പൊ ഈ പഴയ ഇരിക്കുന്ന സാധനങ്ങൾ അതിന്റെ കൂടെ ഇട്ട് പകുതി റേറ്റില് കൊടുത്ത് നമ്മൾ കട ഫ്രീ ആക്കും. എന്നിട്ട് പുതിയ പിന്നെ സ്റ്റോക്ക് എത്തും വരും. പുതിയ ഇതൊക്കെ ഈ കൂടുതൽ നാൾ നിൽക്കുന്ന ട്രെൻഡി ആയിട്ടുള്ള ഫാഷൻ എന്താണ് എപ്പോഴും ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഫാഷൻ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും മാറുക അല്ലേ? ഇതനുസരിച്ച് ഇപ്പൊ പൈമാരൊക്കെ ഇപ്പൊ ലാസ്റ്റ് ഇട്ടുന്ന ബാഗി ആ ഒരു മോഡലാണ്. പഴയ നമ്മളെ ജീൻസ് ബുക്കറ്റ് പാന്റിന്റെ ആ ഒരു ടൈപ്പ് ഇപ്പൊ പുതിയ അങ്ങനെ ഓരോ പ്രാവശ്യം മാറി മോഡലാണ്. ഓരോരോ ട്രെൻഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഇറക്കുന്നു. അത് ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ആൾക്കാർ റേറ്റ് വിഷയമില്ല. അവർ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടിയത് പ്രൈസിന്റെ പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമൊന്നും ഇപ്പൊ ആർക്കില്ല. അവർക്ക് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ കിട്ടി. ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റിയും പ്രശ്നമല്ലെന്ന് തോന്നുന്നു. ക്വാളിറ്റി മാക്സിമം നല്ല ക്വാളിറ്റിയാണ് കൊടുക്കുന്നത്. അത്രയും ലോക്കലായിട്ട് കൊടുക്കില്ല. നല്ല ക്വാളിറ്റിയുള്ള. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എവിടെ ബോംബെ മംഗളൂർ അങ്ങനെ ആദ്യമൊക്കെ ബോംബെയിലൊക്കെ ഇപ്പൊ നമുക്ക് ഇവിടെ ട്രിവാൻഡ്രത്തിനകത്ത് തന്നെ ഉണ്ട് ഹോൾസെയിൽ കടകൾ. ഹോൾസെയിൽ എല്ലാം പുതിയ മോഡൽസ് ഇവിടെ വരും. ഇവിടെ വരുമ്പോ കിട്ടും കാര്യങ്ങളൊക്കെ. ശരി. പിന്നെ ചെറിയ നല്ല ഒത്തിരിയായിട്ടുള്ളതിനും പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടൊക്കെ പോകും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ എടുക്കും. അത്യാവശ്യത്തിന് ഇവിടെ കിട്ടാത്ത സാധനങ്ങൾക്ക് ബാംഗ്ലൂർ. നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ കൊണ്ടുവരുന്നവരുണ്ട്? ഇല്ല, നമ്മൾ ഇവിടെ നിന്ന് പോകും പർച്ചേസിങ്. അവിടെ നോക്കി സെലക്ട് ചെയ്തിട്ട് നേരെ കൊറിയർ വഴി ഇവിടെ വരും. ഇവിടെ അടുത്ത് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ നേരെ ഒരു സാധനം എത്തിച്ചേരും. നമ്മൾ ഓർഡർ ചെയ്ത് ഓർഡർ എത്തിച്ചേരും. ഇത് എത്ര വർഷമായിട്ടാണ്? ഇപ്പൊ ഒരു 7 വർഷമായിട്ടുണ്ട്. ഈ വരുന്ന ഉച്ചക്കടയിലെ ഫസ്റ്റ് വന്നത് ഈ ഒരു കടയാണ്. ദുബായ് ഫസ്റ്റ് തുണിക്കട ഇതിൽ വന്നത് ഈ ഒരു കട. ഉച്ചക്കടയില് ദുബായ് ആദ്യം അപ്പുറത്തായിരുന്നു, ചെറിയ ഷോപ്പായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ ആൾക്കാർ ആ കടയാണ്ട് വലിയ തിരക്ക് ഇതായതുകൊണ്ട് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് വേറെ ഷോപ്പ് പഴയ ദുബായിൽ നിന്ന് തന്നെ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ജെൻസിന്റെ എല്ലാ പ്രോഡക്ട്സും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുകൂടെ വരാം. എന്തായാലും വന്ന് കയറിയ സ്ഥിതിക്ക് റഹ്മാനെ നമുക്ക് വിടാൻ പറ്റും. റഹ്മാന്റെ കയ്യിൽ ബാഡിക്കാപ്പ് ഇരിക്കുകയാണ്. റഹ്മാനെ താഴെ കൈ കാണിക്കാതിരുന്ന ആ സാധനം എങ്ങനെയും കഴിച്ചു തീർക്കാം. ജീൻസ് പാൻറ്റുകൾ ഇപ്പോഴത്തെ ഐറ്റംസ് ആണ് അല്ലേ? ഓക്കെ. ഷൂസുകൾ ഉണ്ട്. പിന്നെ ഇതെല്ലാം ടീഷർട്ട്. ഇത് താഴെ ടീഷർട്ടുകളുണ്ട്. ഇതൊന്നും കിഡ്സും ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് കിഡ്സ് വെച്ചിരിക്കുന്നത്. ശരി. ഇതെല്ലാം പിന്നെ അങ്ങോട്ടെല്ലാം ഷർട്ട്. ഇപ്പോഴത്തെ പിന്നെ ഫുൾ സ്ലീവ്. പിന്നെ ഇതെല്ലാം ഷർട്ട് ഓരോ സെക്ഷനാണ്. ഇത് വലിയവർക്കുള്ളത്, ഇത് ഹാഫ് കൈ, പിന്നെ പ്രിന്റ്, പ്ലെയിന്, ചെക്ക്. അവർക്ക് ഇഷ്ടമുള്ള മോഡൽ വന്നിട്ട് മാത്രം നോക്കിയാൽ മതി. പ്രിന്റ് വേണ്ടവർക്ക് പ്രിന്റിലോട്ട് വരാം, നോക്കാം. പ്ലെയിൻ വേണോ അതിൽ നോക്കാം, ചെക്ക് വേണ്ടവർ അതിൽ നോക്കാം. ഇതെന്താണ്? ഡൗൺ ഷോൾഡർ ഷോർട്ട് ഷർട്ട്. ഷർട്ട് ഷോർട്ടായി കൈ വന്നിട്ട് കുറച്ച് ഇതായിട്ട്. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ആള് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആയിരിക്കും. ഷോർട്ട് ടോപ്പ് പോലെ, പെൺപിള്ളേർ ഷോർട്ട് ടോപ്പ് പോലെ അല്ലേ? ഇതിനെ പറ്റിയ പാന്റാണ് ബാഗി പാന്റ്. ഷോർട്ട് ബാഗി പാന്റ്. ഇപ്പൊ എല്ലാരും ഫ്രീ ആയി. എല്ലാരും ഫ്രീ ആണ്. ആർക്ക് ടൈറ്റ് ആവശ്യമില്ല. എല്ലാരും ഫ്രീ ആണ്. ഈ കുറച്ചാൾ മാറും. ഇപ്പൊ ഈ ഒരു ട്രെൻഡ് കുറച്ച് കഴിയുമ്പോൾ പഴയ മോഡൽ പോലെ ഒന്നുകൂടെ സാധാരണ നോർമൽ ടൈപ്പ് മാറി വന്നിട്ട് ട്രെൻഡ് എല്ലാം ഇങ്ങനെ മാറി വരും. ഇതൊക്കെ നിങ്ങൾ അതിന്റെ പുറകിന് പോയി തപ്പി എടുത്തോണ്ട് വരും. അവിടെ തപ്പി എടുത്തോണ്ട് വരും. സൺഗ്ലാസസും ഉണ്ട്. എന്തായാലും ഉച്ചക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോഴും ഇത്രയും ബൊമ്മകൾ റോഡിൻ്റെ അടുക്ക് ഇരുന്നിട്ട് വലിയ സുന്ദര ഘടാഘടിയന്മാരായിട്ട് സുന്ദരന്മാരും സുന്ദരികളും കൊച്ചുകുട്ടികളും ഒക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എന്താണ് എൻ്റെ വിശേഷം എന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ കയറി നമ്മൾ ദുബായി കയറി റഹ്മാനെ കണ്ടു, സൂസൻ ആൻ്റണിയെ കണ്ടു. ഇവർ പറഞ്ഞതിനകത്ത് സത്യം മനസ്സിലായി. ഒരു മത്സരമുണ്ട്. അവർ അരയിഞ്ച് നീട്ടിയാൽ നമ്മൾ 1 ഇഞ്ച് നീട്ടുക എന്നുള്ളൊരു മത്സരമുണ്ട്. ആ മത്സരത്തിൻ്റെ ഭാഗമായി കച്ചവടം മാക്സിമം ഉണ്ടാക്കുക എന്നുള്ള ഭാഗം. പിന്നെ
തമിഴ്നാട്ടിൽ നിന്നുള്ള കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിതെങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടായിട്ട് എല്ലാവരും ഉച്ചക്കട വരുന്നവർ ദുബായ് ഷോപ്പിനെ മറക്കാതിരിക്കട്ടെ അല്ലേ. ഓക്കെ, നമുക്ക് നാളെ കാണണം കേട്ടോ. നാളെ വേറെ വിശേഷങ്ങളുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണേ.